SSCൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിൽ ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തത് കാണാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് നമുക്ക് കുറച്ചൊന്ന് നോക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യാൻ എന്തൊക്കെ പാടില്ല ആ കാര്യങ്ങൾ ഇവിടെ പറയാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡീബാർ ചെയ്യുന്ന പീരീഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പരീക്ഷ നടക്കുന്ന സമയത്ത് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട എക്സാമിനേഷൻ റിലേറ്റഡ് മെറ്റീരിയൽസ് സച്ച് ആസ് റഫ് ഷീറ്റ്, അതുപോലെ തന്നെ കമ്മീഷൻ കോപ്പി ഓഫ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ്, അതായത് അഡ്മിറ്റ് കാർഡ് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് അവർ ഒപ്പൊക്കെ ഇട്ട് തരുന്ന ബാക്കി സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ തരുന്ന ആ ഒരു അഡ്മിറ്റ് കാർഡിൽ അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 1 മുതൽ 2 വർഷം വരെ ഡീബാർ ചെയ്യും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം തീരുന്നതിന് മുമ്പ് അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ 1 വർഷം ഡീബാർമെൻറ്റ്, അതുപോലെ തന്നെ മിസ്ബിഹേവ് ചെയ്ത 1 മുതൽ 3 വർഷം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവിടെ പെരുമാറേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നന്നാക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അറിയുന്നതാണ് നമുക്ക് എന്തൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും, ക്യാരി ചെയ്യാൻ പറ്റില്ല, അതൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. പ്രത്യേകിച്ച് മറ്റൊന്നുമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഇവിടെ വായിച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക, അതായത് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡീബാറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള SSC ജസ്റ്റ് ഒന്ന് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തതാണ്. SSCൻ്റെ ഇനി അങ്ങോട്ടുള്ള പരീക്ഷയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് SSC മുൻപേ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആധാർ ബേസ്ഡ് ഒതൻറ്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കും ഇനി നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചെറിയ മാറ്റങ്ങളായിരിക്കും ഇത്. പുതിയ കലണ്ടർ വരുന്നതിന് മുമ്പുള്ള കുറച്ച് മാറ്റങ്ങളായിട്ട് നമുക്കിതിനെ പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കലണ്ടർ ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ SSCൻ്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും.